കർത്താവിൻ്റെ വലിയ നാമത്തിനെ മഹത്വം വരുമാറാകട്ടെ. നമുക്ക് ഇപ്രകാരം ദൈവദിനം പഠിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇപ്രകാരം ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടും ഹൃദയമായിട്ടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇത്തരണത്തിൽ നിങ്ങൾ ഈ പ്രോഗ്രാം നിരന്തരമായി കാണുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഇമെയിലിൽ കൂടെ നിങ്ങളുടെ സന്ദേശങ്ങൾ അറിയിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം കൂടുതൽ പഠിക്കുവാനായിട്ട് താല്പര്യമെടുക്കണമേ എന്ന സ്നേഹത്തോടു കൂടെ ഓർപ്പിക്കുന്നു. നമ്മുടെ പഴയ നിയമ ദേവാലയത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് തിരുനിവാസത്തിലുണ്ടായിരുന്ന വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. കാഴ്ചയപ്പത്തിൻ്റെ മേശയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. കാഴ്ചയപ്പത്തിൻ്റെ മേശ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കണം എന്ന ദൈവം കൽപ്പന കൊടുത്തിരുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള നിഴലായിട്ട് നമുക്കതിനെ പഠിക്കുവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നാലാമതായിട്ട് നമ്മൾ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ കാഴ്ചയപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത, കാഴ്ചയപ്പത്തിൻ്റെ ആ പൊടികൾ, ഗോതമ്പ് അത് വീണ പൊടിഞ്ഞെങ്കിൽ മാത്രമേ അത് അപ്പമായി മാറുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് യേശുക്രിസ്തു ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായത്തിലെ ആ വിഷയം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. യേശുക്രിസ്തു 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി 5000 പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുത്ത് തൃപ്തരായിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് അല്പം കൂടെ ആഴത്തിൽ ദൈവത്തിൻ്റെ ജീവന്റെ അപ്പത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുകയുണ്ടായി. നമ്മൾ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആത്മീയ സത്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു, ഞാനോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞ കർത്താവ് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശുക്രിസ്തു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം പരിശോധിച്ചാൽ 7 കാര്യങ്ങൾ കർത്താവ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെ ഒരു കാര്യമാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. 8-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. 10-ാം അധ്യായത്തിൽ തന്നെ 10-ാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ 5-ാമതായിട്ട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് 11-ന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. മാത്രമല്ല ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് 7-ാമതായി യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് യേശുക്രിസ്തു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് 7 പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിനെ 31-ാം വാക്യം, 32, 33, 50-ാം വാക്യം, അതുപോലെ തന്നെ 58-ാം വാക്യം, അതുപോലെ തന്നെ 48-ാം വാക്യം, ഇങ്ങനെ 7 പ്രാവശ്യം ആവർത്തിച്ച് യേശുക്രിസ്തു ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, കർത്താവ് എന്നിട്ട് അവസാനമായി 63-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറയുകയാണ്. അഥവാ ഇത് കർത്താവിനെ ഭക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് കർത്താവിനെ ഭക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ? കർത്താവിനെ അനുസരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം.
യേശുവിനെ അനുസരിക്കുന്നവൻ അവനാൽ ഒരു ജീവൻ അവനിലേക്ക് വ്യാപരിക്കുകയും ജീവിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, അങ്ങനെ പൊടിയാക്കി എടുത്ത് കൊണ്ടുവരുന്ന ഈ അപ്പം ദൈവത്തിൻ്റെ ജീവനുള്ള അപ്പത്തിൻ്റെ നിഴലായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് നമ്മൾ ഈ കാഴ്ചയപ്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അപ്പങ്ങൾ 12 അപ്പങ്ങൾ കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം പറഞ്ഞത്. 12 അപ്പങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? അത് 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം വായിക്കുമ്പോൾ ഗോത്രപിതാവായ യാക്കോബ് മക്കളെ 12 പേരെയും അനുഗ്രഹിക്കുവാനായിട്ട് വിളിക്കുന്നത് തൻ്റെ മരണശയ്യയിൽ, തൻ്റെ മരണക്കിടക്കയിൽ താൻ അനുഗ്രഹിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ദീനയെ കൂടെ ഉൾപ്പെടുത്തി 13 മക്കളായിരുന്നത് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ 12 മക്കളിൽ 12 ആൺമക്കളിൽ 6 പേർക്ക് ശാപവും 6 പേർക്ക് അനുഗ്രഹവുമാണ് നൽകിയത് എന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആരൊക്കെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? 4-മനായി യൂദ അനുഗ്രഹിക്കപ്പെട്ടു, അതുപോലെ തന്നെ സെബൂലൂൻ അനുഗ്രഹിക്കപ്പെട്ടു, ഗാദും ആശേറും അതുപോലെ തന്നെ നഫ്താലിയും ജോസഫും, ഈ ഇത്രയും പേര് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള രൂബേനും ശിമിയോനും ലേവിയും ഇസ്സാഖാറും ദാനും അതുപോലെ തന്നെ ബെന്യാമീന്, ഇത്രയും 6 പേര് ശാപവാക്കുകൾ ഈ യാക്കോബ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ 2 ഗോത്രങ്ങൾ 2 വിഭാഗത്തിൽ നമുക്ക് ഈ ഗോത്രങ്ങളെ വേണമെങ്കിൽ തിരിക്കാനായിട്ട് കഴിയും. എങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന 12 അപ്പങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞതിലൂടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, എല്ലാവർക്കും ശാപം പിടിച്ചവർക്ക് വരെ അനുഗ്രഹമായി മാറുന്നത് യേശുക്രിസ്തു എന്ന ജീവന്റെ അപ്പത്താലാണ്. ഈ 12 അപ്പങ്ങൾ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? 12 ഗോത്രങ്ങളെ ആണെങ്കിൽ യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യരുടെയും അനുഗ്രഹത്തിന് മുഖാന്തരമാകുകയാണ്. അബ്രഹാമിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നത് യേശുക്രിസ്തു എന്ന സന്തതി നിമിത്തമാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ 12 അപ്പങ്ങൾ കൊണ്ടുവന്ന് നിരന്തരം ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ ദൈവം പറഞ്ഞു. എന്നാൽ ഇവിടെ നമുക്ക് പഴയ നിയമത്തിൽ അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് അവിടെ അപ്പം വെച്ചെങ്കിലും നമ്മൾ പഴയ നിയമ പെരുന്നാളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആത്മീയരും ആത്മീയ അനുഭാവികളുമായ ദൈവമക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വസ്തുത ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതെന്താണ്? പെന്തക്കോസ്ത് പെരുന്നാൾ വരുമ്പോൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ഓരോ ഇടങ്ങഴി വീതമുള്ള 2 അപ്പങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അഥവാ 2 ഇടങ്ങഴി മാവെടുത്ത് 2 അപ്പം പുളിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ പഴയ നിയമം എല്ലാം പരിശോധിക്കുമ്പോൾ പുളിപ്പ് പാടില്ല എന്ന് പറഞ്ഞ ദൈവം പുളിപ്പ് പാപത്തെ കുറിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് ധാരാളം ഉപദേശങ്ങളുണ്ട്. ഉപദേശത്തിന്റെ പുളിപ്പ്, ജഡത്തിന്റെ പുളിപ്പ്, പാപത്തിന്റെ പുളിപ്പ്, അതുപോലെ തന്നെ നമുക്ക് തിരുവചനത്തിൽ പുളിപ്പ് എന്ന് പറയുന്നത് അത് പാപത്തെ കാണിക്കുന്നതാണെന്ന് സ്ഥാപിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പുളിപ്പ് പാടില്ലെന്ന് പറഞ്ഞ ദൈവം പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസത്തിൽ 2 അപ്പം ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് പുളിപ്പിച്ച് ചുട്ടുകൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇവിടെ 2 ഇടങ്ങഴി കൊണ്ട് 1 അപ്പം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് നാളിന്റെ ദിവസത്തിൽ ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന അപ്പം അത് 2 ഇടങ്ങഴിയുടെ 2 അപ്പമാണ്. അഥവാ ഇത് ഓരോ ഇടങ്ങഴി വീതമാണ്. എന്താണ് ഓരോ ഇടങ്ങഴി കാണിക്കുന്നത്? 1 ഇടങ്ങഴി ഒരു വ്യക്തിയെ കാണിക്കുന്നതാണ്. ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ ഇടയിൽ ഓരോരുത്തർക്ക് വേണ്ടി 1 ഇടങ്ങഴി വീതം മന്ന പറകിക്കൊള്ളാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയെ കാണിക്കുന്നതാണ്. എന്ന് മറ്റേത് 2 ഇടങ്ങഴി എന്തിനെയാണ് കാണിക്കുന്നത്? അതൊരു ഗോത്രത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് 2 ഇടങ്ങഴിയുടെ അപ്പം. നിങ്ങൾ ഓർക്കുക, 2 ഇടങ്ങഴിയുടെ വലിയ അപ്പം അവിടെ മേശമേൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു.
ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, പുളിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പുളിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ സഹോദരിമാരൊക്കെ അപ്പം ചുടുന്നവർക്കൊക്കെ അറിയാം, പുളിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുളിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിനകത്തുള്ള ഒരു ഫംഗലാണ്. ഒരു ചെറിയ പുളിപ്പ് എന്ന് പറയുന്നത് അത് ഒരല്പം ഇട്ടാൽ മതി, അതിങ്ങനെ പെട്ടെന്ന് വളർന്ന് അത് വലുതാകും. അത് മുഴുവൻ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിച്ച് കളയും എന്ന് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ പിണ്ടത്തെ മുഴുവൻ പുളിപ്പിച്ച് കളയുന്ന പുളിമാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 3 പറ മാവിന്മേൽ ഒരു സ്ത്രീ എടുത്തൊരല്പം പുളിപ്പ് ചേർത്തതേ ഉള്ളൂ, പക്ഷേ അത് മുഴുവൻ പുളിച്ചു വന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, പുളിപ്പ് എന്ന് പറയുന്നത് ദൈവവചനപ്രകാരം പാപത്തെയാണ് കാണിക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ പെന്തക്കോസ്ത് നാളിൽ മാത്രം ഈ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അതൊരു സത്യം തന്നെയാണ്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, പുളിപ്പിച്ച് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പുളിപ്പ് ചത്തുപോയിരിക്കുന്നു. ഇനി ആ അപ്പം പുളിച്ചു പോകത്തില്ല. വിളിച്ച് അത് നശിച്ചു പോകാൻ ഇടയാകാതെ, പുളിപ്പ് കൊണ്ട് നശിച്ചു പോകാൻ ഇടയാകാതെ, ആമേൻ, പുളിപ്പിന് ഒരു ബ്രേക്ക് വന്നിരിക്കുന്നു, പുളിപ്പിന് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഇതെന്നാ സംഭവിക്കുന്നത്? അത് പെന്തക്കോസ്ത് നാളിലാണ് സംഭവിച്ചത്. ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ഈ 2 അപ്പത്തിനു മേലും പുളിപ്പുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ചുട്ട് കഴിഞ്ഞപ്പോൾ പുളിപ്പ് പോകാൻ ഇടയായി തീർന്നു. നമുക്ക് ഏറ്റവും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വക നൽകുന്ന കാര്യം എന്താണ്? പെന്തക്കോസ്ത് നാളിൽ 2 അപ്പം ദേവാലയത്തിൽ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞത് ഒരപ്പം ജാതിയനെയും ഒരപ്പം യഹൂദനെയും കാണിക്കുന്നതാണ്. പുതിയ നിയമ കാലഘട്ടത്തിലായപ്പോൾ ദൈവം 3 ജാതികൾ, 3 ലോകത്തിൽ നിന്ന് 3 കൂട്ടം ആളുകളാണുള്ളത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദനുണ്ട്, യവനനുണ്ട്, ദൈവസഭയുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിന് ശേഷമാണ് ഇപ്രകാരം ഒരു 3 തരംതിരിവ് വന്നിരിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിന്റെ ദിവസം വരെ ലോകത്തിൽ 2 കൂട്ടം ആളുകളെ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ. 1 യഹൂദനും 2 ജാതിയും. ഈ 2 പേർക്കും വേണ്ടി ദൈവം 2 അപ്പം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സ്തോത്രം ചെയ്യാൻ വക നൽകുന്ന കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുളിപ്പ് എന്ന് പറയുന്ന പാപം പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. നമ്മളിൽ പുളിപ്പുണ്ട്, പുളിപ്പില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു, എന്നാൽ നിങ്ങൾ പാപം ചെയ്തു എങ്കിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. മാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ ഒരഗ്നി കത്തിയത് കൊണ്ട് പാപം ഇനി വർദ്ധിക്കത്തില്ല, പാപം ഇനി പെരുകത്തില്ല. പാപം പെരുകേണ്ടതിന്, കൃപ പെരുകേണ്ടതിന് ഇനി പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ സ്നാനത്തെ കുറിച്ചുള്ള പ്രതിപാദനത്തിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പല ആളുകളും സ്നാനത്തോടനുബന്ധിച്ച് പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അല്പം കൂടെ ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും, അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയമായി പാപത്തിൽ മരിക്കുന്ന ഒരവസ്ഥയാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇനി നിങ്ങൾ എണ്ണേണ്ട ഒരു കാര്യമുണ്ട്. 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ മരിച്ചവരായിട്ട് എണ്ണണം, പാപത്തിൽ മരിച്ചവരായി എണ്ണണം, പാപത്തിന്റെ പുളിപ്പ് ചുട്ടവരായി എണ്ണണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പാപത്തിന്മേലുള്ള മരണം സംഭവിക്കും. ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, ഈ ദിവസം പെന്തക്കോസ്ത് ദിവസത്തിലാണ് ആമേൻ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഈ അപ്പത്തിന്റെ പുളിപ്പ് പോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇനിയും അടുത്തതായിട്ട് 6-ാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, ഈ മേശമേലുള്ള ചുട്ട അപ്പത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവാകുന്ന അപ്പത്തെ ദൈവത്തിന്റെ കോപത്തിന്റെ തീക്കകത്തൂടെ ദൈവം കടത്തിവിട്ടു. അത് തന്റെ കഷ്ടതയെ കാണിക്കുന്നതാണ്. വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് 12-ാം വാക്യം, നിങ്ങളുടെ അടുത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തൊന്ന് വായിക്കണം.
കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ഇതേതുമില്ലയോ എന്ന് ചോദിച്ചും കൊണ്ട് വിലാപകർത്താവ് വിലപിക്കുന്ന ഒരു വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഏതൊരു ദൈവത്തിന്റെ അന്തരാത്മാവിനെ പിടിച്ചുടയ്ക്കുന്ന ഒരു വാക്യമാണ് യേശുക്രിസ്തുവിന്റെ കഷ്ടതയുടെ കാഠിന്യത്തെക്കുറിച്ച് യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനിൽ കൂടെ വിലപിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് യഹോവ എനിക്ക് വരുത്തിയ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, ക്രൂശെന്നും കഷ്ടാനുഭവം എന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. പിന്നെയോ യേശുക്രിസ്തു അനുഭവിച്ച ക്രൂശ് മരണം ലോക ചരിത്രത്തിലേക്കും ഏറ്റവും നികഷ്ടമായ കാര്യമായിരുന്നു. കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ 3 ഘടകങ്ങളിലും കർത്താവ് ശിക്ഷ ഏൽക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവ് നരക യാതന അനുഭവിച്ചാണ് നമുക്ക് ഈ രക്ഷ ദാനമായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് ലോകത്തിലേക്ക് വന്നത്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, അവൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് വന്നു. പാപജഡത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോയേനെ. എന്നാൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ജഡത്തിൽ ദൈവം അതിന്മേൽ ശിക്ഷ വിധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുമ്പേ ചിന്തിച്ചതുപോലെ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം ആക്കി എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം യാദർശ്യമായി നടന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത്. അത് മാത്രമല്ല, ഈ മേശമേലിരിക്കുന്ന അപ്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുത, ഈ മേശമേലിരിക്കുന്ന അപ്പത്തോട് ചേർത്ത് കുന്തിരിക്കയും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം അത് വാസനയുള്ളതായി മാറുകയാണ്. ഈ അപ്പം അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. പിന്നെയോ അതിൽ നിന്ന് ഒരു വാസന വരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെല്ലാവരും ക്രിസ്തുവിന് സൗരഭ്യവാസനയുള്ളവരായി മാറണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ആ കുന്തിരിക്കത്തെ പ്രത്യേകത എന്താണ്? കുന്തിരിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിൽ ആ മരത്തിൽ നിന്ന്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ മരത്തിൻ്റെ ഒരു കറയാണ് യഥാർത്ഥത്തിൽ ഈ കുന്തിരിക്കമായി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രതികൂലമായ ഒരു കാലാവസ്ഥ വരുമ്പോൾ ഉള്ളം പൊട്ടി വെളിയിലേക്ക് വരുന്നത് എന്താണ്? വാസനയുള്ളതായിട്ടാണ്. അതിനെ ഇനിയും തീക്കകത്തേക്ക് ഇടുമ്പോൾ കൂടുതൽ വാസനയുള്ളതായിട്ട് മാറുന്നു. ഇതുപോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്നാണ്. കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത്, നമുക്കറിയാം നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുകയും അവനെ കൊണ്ട് ഞങ്ങളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറയുകയാണ്. പരിജ്ഞാനത്തിന്റെ അത് വെളിപ്പെടുത്തണം, അതിന്റെ വാസന ലോകത്തിലേക്ക് വരണം. ഈ നാളുകളിൽ വിശ്വാസികളായി സാധാരണക്കാരായി ജീവിച്ചവസാനിക്കാനല്ല തമ്പുരാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ അയൽപ്പക്കാരുടെ ഇടയിൽ ഒരു വാസന ഉണ്ടാകട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ കുറിച്ചൊരു വാസന ഉണ്ടാകട്ടെ. അല്ലയോ ബാങ്കിൽ ജോലി ചെയ്യുന്ന സഹോദരി, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നീ ഒരു വാസനയായി മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിലേക്ക് വ്യാപരിക്കുമ്പോൾ ആ വാസനയുള്ളവരായി മാറാൻ കഴിയും. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു വചനം പോലും നഷ്ടമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമാകുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാദൃശ്ചികമായി നിങ്ങൾ ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ നിങ്ങളിത് കേൾക്കുകയല്ല. ദൈവത്തിന് വലിയ പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ട്. ദൈവത്തിന് വലിയ ഉദ്ദേശം നിങ്ങളെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ വലിയ പ്ലാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കാൻ പോകുന്നു. നിങ്ങളെ ഒരു വലിയ പ്രകാശ ഗോപുരമാക്കി മാറ്റുവാൻ, മറ്റുള്ളവർക്ക് വാസനയായി മാറുവാൻ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അനേകരുടെ ഹൃദയത്തിൽ ഒരു കുളിർമയുണ്ടാകുവാൻ ദൈവനാളുകൾ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് വാസനയുള്ളവരായി മാറാം. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും ഈ സ്ക്രീനിൽ കാണുന്ന മേൽവിലാസത്തെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം. ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങളോട് പറയണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരായി ഒരു പറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെയിരിക്കും, ചത്തുവെങ്കിലോ ഏറെ ഫലം ഉണ്ടാകും. ഒരു അപ്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പൊടിഞ്ഞ് ചേർന്ന് പല മണികൾ ഒരുമിച്ച് ചേർന്ന് വരുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഐക്യതയോടെ പൊടിയപ്പെടുന്ന ഒരനുഭവം, ചേരപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടാകാനായി പ്രാർത്ഥിക്കാം. ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നല്ല ഭാഗങ്ങളായി മാറുവാൻ, അവന് ഏറ്റവും പ്രയോജനമുള്ള ശുശ്രൂഷയുടെ ഭാഗമായി മാറുവാൻ, ചിലതിനോട് ഇഴുകിച്ചേരുന്ന ഒരനുഭവം, പൊടിഞ്ഞു കൊടുക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലതിനെ ഘനമായി ഒറ്റയ്ക്കിരുന്നാൽ നിലത്ത് വീഴാത്രത്തോളം കാലം, ചാകാത്രത്തോളം കാലം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈഗോ എല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ഐക്യമത്യപ്പെട്ട് പൊടിഞ്ഞ് ചിലതിനോട് നമ്മൾ ഇല്ലാതാകുന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കാം. ചിലരുടെ ഈഗോകൾ മാറിപ്പോകുവാൻ, ചിലരുടെ ചിന്തകൾക്ക് തന്നെ വ്യത്യാസം വരുവാൻ, നമ്മുടെ മാനസിക മണ്ഡലങ്ങളിൽ മനോഭാവങ്ങളിലൊക്കെ വ്യത്യാസം വന്ന് ക്രിസ്തീയ വേലയോടുകൂടി കർത്താവിൻ്റെ ശുശ്രൂഷയോടുകൂടി ഇഴുകിച്ചേരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിനു വേണ്ടി കർത്താവെ പൊടിയപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ, കർത്താവെ നുറുക്കപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആ യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി നല്ല യൗവനം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരം കർത്താവെ ആ പൈതലമേൽ വെച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവിടുന്ന് നിന്റെ മകനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കർത്താവെ അത്ഭുതങ്ങൾ വരും ദിവസങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവെ, 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി അനേകർക്ക് തൃപ്തി വന്നതുപോലെ കർത്താവെ, നീ കരങ്ങളിൽ എടുത്താൽ ഉയർത്തപ്പെടുമല്ലോ, നീ കരങ്ങളിൽ എടുത്താൽ വാഴ്ത്തപ്പെടുമല്ലോ, നീ കരങ്ങളിൽ എടുത്താൽ അനേകരുടെ തൃപ്തി വരുമല്ലോ കർത്താവെ. അതുകൊണ്ട് എല്ലാവരും തിന്ന് തൃപ്തരാകുന്ന അനുഭവത്തിലേക്ക് അവിടുന്ന് നിന്റെ മക്കളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതിനായി സ്തോത്രം. കർത്താവെ, നീ തന്നെ മഹത്വം എടുക്കണം. കർത്താവെ, നിരന്തരം അപ്പമായി മാറുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കും എന്നുള്ളതിനായി സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്നു, കർത്താവിനെ കേൾക്കുമാറാകണമേ. നിങ്ങൾ നുറുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ, പൊടിയപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? നിങ്ങളെ ഒരപ്പമാക്കി
അവന്റെ മേശയിൽ നിരന്തരം വെക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ നുറുക്കം വേണ്ടെന്ന് പറയല്ലേ, ആ വേദന വേണ്ടെന്ന് പറയല്ലേ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ എത്തപ്പെടുന്ന, പന്തിക്കിരിക്കുന്ന അനേകരുടെ വിശപ്പ് മാറ്റുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആ നുറുക്കത്തെ സന്തോഷത്തോടെ സഹിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. എന്നെ വേണ്ട സ്നേഹം, കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി, പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി മരക്കുരിശേറിയവൻ കാൽവരിയിൽ കയറി കുരിശാതെ താൻ മരിച്ചു. എന്നെ വീണ സ്നേഹം, കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. എന്നെ വീണ സ്നേഹം, കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. പുതുഹൃദയം അവനേകിയതാലേ, പുതുഹൃദയം അവനേകിയതാലേ വെറുതെ ജഡത്തിൻ സുഖം, വെറുതെ നയന സുഖം, വെറുതെ ലോകസുഖം. എന്നെ വേണ്ട സ്നേഹം, കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും